അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രണ്ട് കിഡിലൻ ടൊയോട്ടൻ്റെ ഫോർച്യൂണറാണ് കേട്ടോ. ഒന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്ന കളർ ന്യൂ മോഡൽ ഫോർച്യൂണറിൽ ബ്ലാക്ക് കളർ, അതുപോലെ തന്നെ സിൽവർ കളറിൽ നല്ലൊരു അടിപൊളി 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കും, ബ്ലാക്ക് കളറിൽ 4x4 ഓട്ടോമാറ്റിക് 2020 ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടി, അതുപോലെ തന്നെ 2017 മോഡൽ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കിൽ വരുന്ന അതർ സ്റ്റേറ്റ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ ഇങ്ങോട്ട് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് 2 വർഷത്തോളമായിട്ട് കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. രണ്ട് വണ്ടിയിലും ഷോറൂം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. റീ രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ ഏകദേശം മെയിൻ ഗ്ലാസ് എന്തെങ്കിലുമൊക്കെ ഒരു ഗ്ലാസോ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ഉണ്ടാവലുണ്ട്. ഇതിൻ്റെ ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. നല്ല ബോഡി ഷേപ്പും ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് നോക്കുകയാണെങ്കിലും എല്ലാ ഭാഗം കൊണ്ടും അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വണ്ടി ഉള്ളത്. ഒറിജിനൽ കമ്പനി സീറ്റ് കവർ, അതിൻ്റെ ഗിയർ നോബ് ആണെങ്കിലും സ്റ്റിയറിംഗ് ആണെങ്കിലും എല്ലാ ഭാഗങ്ങളും പക്ക നീറ്റായിട്ട് തന്നെ ഉപയോഗിച്ച് പോകുന്ന ഒരു അടിപൊളി വണ്ടിയാണ്. 2017 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഫോർച്യൂണർ. ഏകദേശം 90,000 കിലോമീറ്ററിൽ ഈ വണ്ടി കേരളത്തിലെത്തിയിട്ടുണ്ട്. പിന്നെ 2-3 സർവീസോളം കേരളത്തിൽ തന്നെയാണ്, ഇവിടുത്തെ ടൊയോട്ടയിൽ തന്നെയാണ് സർവീസ് ചെയ്തിട്ടുള്ളത്. വേറെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം നമുക്ക് ടൊയോട്ടയിൽ ജനറൽ ചെക്കപ്പിൻ്റെ സൗകര്യം വേണമെങ്കിൽ അത് ചെയ്യാം. ഏത് വിധത്തിലാണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ സൗകര്യങ്ങൾക്ക് ചെയ്തുതരാം. അതിലുപരി എല്ലാവിധ സഫാരി കാർസിൻ്റെ ഗ്യാരണ്ടിയും വാറണ്ടി കൊടുക്കുന്നൊക്കെയാണ് നിങ്ങൾക്ക് തരിക. അടുത്ത് കാണിക്കാൻ പോണ മുതലാണ് കരിമ്പുലി ഫോർച്യൂണറിൻ്റെ A to Z ഡീക്രോം വർക്കൊക്കെ ചെയ്ത് ബ്ലാക്ക് കളറിൽ നല്ല അടിപൊളി TRDൻ്റെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗം കൊണ്ടും ക്രോം ഫിനിഷിങ് നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഇതിൻ്റെ 4 ടയറും ബ്രിഡ്ജസ്റ്റോണിൻ്റെ കടുവുത്തൻ ടയർ തന്നെ 4 ഈ വണ്ടിമേലുണ്ട്. ഇത് എടുക്കുന്ന ആളുകൾക്ക് ഒരു എക്സ്പെൻസോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഡീസൽ അടിക്കുക ഓടാന്നില്ല ഒരു പർപ്പസ് അല്ലാണ്ട് ഒന്നും ചെയ്യാനില്ല. ഇൻറ്റീരിയർ ആണെങ്കിലും ബാക്കി ഭാഗം ഇത് 4x4 ഓട്ടോമാറ്റിക് ആട്ടോ. 4x4 ഓട്ടോമാറ്റിക്കും 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കും തമ്മിൽ ഓപ്ഷനിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇത് BS6 എഞ്ചിനാണ് വരിക. ഇതിനാണ് നമുക്ക് 360 ക്യാമറ വരുന്നത്. ഇതിൻ്റെ 4x4ൻ്റെ സിസ്റ്റം ഇവിടെ വരും. 4x4 ഇല്ല ഫോർച്യൂണർ എന്ന് പറഞ്ഞാൽ 4x4 ഏത് വണ്ടിയാണെങ്കിലും ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക കോൺഫിഡൻസ് ആണ്. ഉപയോഗിക്കുന്ന സമയത്ത് ഏത് മലയും കുന്നും കയറാനൊക്കെ എന്തിനും പറ്റിയ മുതലാണ്. ഇനി അതല്ല 2 വീൽ ഡ്രൈവ് മാത്രം ആവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഇതുമത്തെ കൈ തൊടായിരുന്നാൽ മതി. നമുക്ക് 2 വീൽ ഡ്രൈവ് പർപ്പസിൽ അതേമാതിരി നമുക്ക് ഉപയോഗിച്ചിട്ട് പോകാം. ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ ഒട്ടനവധി സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ബട്ടൺ സ്റ്റാർട്ട്, പെഡൽ ഷിഫ്റ്റ്, ക്രൂസ് കൺട്രോൾ, കമ്പനി സ്റ്റീരിയോ, 360 ക്യാമറ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC, ഡ്രൈവിംഗ് മോഡുകൾ, എക്കോ മോഡ്, പവർ മോഡ് കാര്യങ്ങളൊക്കെ വരും. അതിലുപരി ഈ സാധനത്തിൻ്റെ ലുക്കാണ് ഏറ്റവും എടുത്ത് പറയാനുള്ളത്. ബ്ലാക്ക് കളറിൽ ഒരു കരിമ്പുലി കുതിച്ച് നിൽക്കാൻ പറ്റുമ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് വണ്ടികളും സഫാരി കാർസിൻ്റെ മലപ്പുറം ജില്ലയിലുള്ള കരുവാരകുണ്ട് ഷോറൂമിലാണ് ഇപ്പോൾ 2 വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആവശ്യക്കാരൊക്കെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. 2 വണ്ടിയുടെ പ്രൈസ് വരുന്നത് ഒന്ന് നമുക്ക് 36 ലക്ഷം റുപ്യ കൊടുക്കാം. ഒറിജിനൽ കേരള 2020 മോഡൽ 4x4 ഓട്ടോമാറ്റിക് ആട്ടോ. അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഇതിനെ 4x4 ഓട്ടോമാറ്റിക് ആണ്. ബ്ലാക്ക് കളറാണ്. ഹൈ ഡിമാൻഡുള്ള സാധനമാണ് ഫോർച്യൂണറിൽ. അതുപോലെ തന്നെ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഇപ്പോൾ കേരള രജിസ്ട്രേഷനായി കിടക്കുന്ന വണ്ടിയാണ്. ഇനി വിളിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ സർവീസ് ഹിസ്റ്ററി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതാണ് നമുക്ക് 24,75,000 റുപ്യക്കും കൊടുക്കാം. അപ്പോൾ 2 വണ്ടികൾ ഇപ്പോൾ സഫാരി കാർസിൽ ന്യൂ മോഡൽ ഫോർച്യൂണർ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ആവശ്യക്കാരൊക്കെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. താഴെ സഫാരി കാർസിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.